ഹലോ മൈ ഡിയേഴ്സ്. ഞാനെപ്പോൾ സ്റ്റാറ്റസ് ഇട്ടാലും നിങ്ങൾക്ക് കമൻറ്റ് വരും കേട്ടോ, എടീ തടിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഡയറ്റ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴാണെങ്കിലും എനിക്ക് മസാല ദോശയ്ക്ക് ഭയങ്കര പൂതി. വീട്ടിൽ ബ്രൊക്കോളി ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഈ സൂപ്പ് വെച്ച് കൊടുക്കണമൊന്നും ഇഷ്ടമല്ലേ. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര സിമ്പിളാണ്. ബ്രൊക്കോളിയും ക്യാരറ്റ് വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ ക്യാരറ്റ് എടുത്തതാണ്. ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിക്കുക. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഓട്സിൽ ലേശം ഉപ്പ് ഇട്ട് അടിച്ചതിന് ശേഷം ഉള്ളിയും പച്ചമുളകും മല്ലിച്ചപ്പും പുതിനയും ലേശം ഇഞ്ചിയും ഇട്ടിട്ട് എന്താക്കുക, നല്ല അടിച്ചെടുക്കുക. ആ കൂട്ടത്തിൽ കടലമാവും ചേർക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസാക്കണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ വെള്ളം ഒഴിച്ച് ലൂസാക്കിയാൽ മതി കേട്ടോ. അങ്ങനെ മസാല ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഉണ്ടാക്കിയ വേവിച്ച ബ്രൊക്കോളിയും ക്യാരറ്റും ഇല്ലേ, അതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായ സമയത്ത് ആവശ്യത്തിനുള്ള ഉള്ളിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് നല്ല മാറ്റിയതിന് ശേഷം പച്ചമുളകും തക്കാളിയും ഒക്കെ ഇടാം. ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട മസാലകൾ ഇട്ടിട്ട്, ഞാനിപ്പോൾ മുളകും മഞ്ഞൾപ്പൊടിയും ലേശം ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബ്രൊക്കോളിയും ക്യാരറ്റും ഇടുക. ഇതിന് ശേഷം നമുക്ക് വേണ്ട പോലെ ദോശ ചുട്ടെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ലേശം ഓയിലോ ഗീയോ ഒക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മസാല അതുപോലെ വെച്ചിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഇത്രക്കൊക്കെ സെറ്റാവുന്ന പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ, പക്ഷേ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബ്രൊക്കോളി കഴിക്കാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കിയിട്ടോ.